ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കേരള റിനൈസൻസിലെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ കുറച്ച് വസ്തുതകളാണ്. നമ്മൾ ഏത് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരായാലും കേരള റിനൈസൻസ് ഏറ്റവും ഇമ്പോർട്ടൻ്റായി പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്കിന്ന് വക്കം അബ്ദുൽ ഖാദർ മൗലവിയെക്കുറിച്ച് പഠിക്കാം. തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് താലൂക്കിൽ വക്കം ഗ്രാമത്തിലെ പൂന്ത്രാം വിളാകം എന്ന സമ്പന്ന കുടുംബത്തിൽ 1873 ഡിസംബർ 28 ജനനം. അയിരൂർ കായ്പുറത്ത് മുഹമ്മദ് കുഞ്ഞ്, ഹാഷുബി എന്നിവരാണ് മാതാപിതാക്കൾ. മധുര, ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ വേരുകളുള്ളതായിരുന്നു കുടുംബം. മതപഠനത്തിനു ശേഷം മാതൃഭാഷയ്ക്ക് പുറമെ അറബി, ഉറുദു, സംസ്കൃതം, പേർഷ്യൻ, ഇംഗ്ലീഷ് ഭാഷകൾ പഠിച്ചു. മതവിജ്ഞാനത്തിലെന്ന പോലെ മതേതര വിജ്ഞാനത്തിലും തൽപരനായിരുന്നു. വിദ്യാഭ്യാസം മകനെ മികച്ച വ്യാപാരിയും സമ്പന്നനുമാക്കുമെന്നാണ് മാതാപിതാക്കൾ പ്രതീക്ഷിച്ചത്. എന്നാൽ അബ്ദുൽ ഖാദർ ആ ദിശയിലല്ല സഞ്ചരിച്ചത്. പിതാവിൻ്റെ സുഹൃത്തായ ശ്രീനാരായണ ഗുരുവുമായി അബ്ദുൽ ഖാദർ ഗാഢബന്ധം പുലർത്തിയിരുന്നു. മുസ്ലിം സമുദായത്തിൻ്റെ വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥയാണ് അദ്ദേഹത്തെ ഒരു സാമൂഹിക പ്രവർത്തകനാക്കിയത്. പഠനത്തിലൂടെ സ്വതന്ത്രരാകാനും സംഘടിച്ച് ശക്തരാകാനും ശ്രീനാരായണ ഗുരുവിൻ്റെ മാതൃകയിൽ ആഹ്വാനം ചെയ്തു. ഇക്കാലമായപ്പോഴത്തേക്കും അദ്ദേഹം വക്കം മൗലവി എന്നറിയപ്പെട്ടു തുടങ്ങി. വായന ശീലമാക്കപ്പെടുകയാണ് വിജ്ഞാന സമ്പാദനത്തിനുള്ള പോംവഴി എന്ന് കണ്ടെത്തിയ മൗലവി പത്രങ്ങൾ, മാസികകൾ തുടങ്ങിയവ പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചു. 1905 ജനുവരി 19 അഞ്ചുതെങ്ങിൽ നിന്ന് സ്വദേശാഭിമാനി എന്ന പ്രതിവാര പത്രം ആരംഭിച്ചു. വിദേശത്ത് നിന്ന് മുന്തിയ അച്ചുകൂടം വിലക്ക് വാങ്ങി കപ്പൽ മുഖേന എത്തിക്കുകയായിരുന്നു. CP ഗോവിന്ദപിള്ളയായിരുന്നു ആദ്യ പത്രാധിപർ. 1906 പത്രം വക്കത്തേക്ക് മാറ്റി. K രാമകൃഷ്ണപിള്ള പത്രാധിപരായി ചുമതലയേറ്റു. 1907 പ്രസിദ്ധീകരണം തിരുവനന്തപുരത്തേക്ക് മാറ്റി. തിരുവിതാംകൂറിലെ ഭരണകൂടത്തിൻ്റെ നെറികേടുകൾക്കെതിരെ സ്വദേശാഭിമാനി പത്രം ആഞ്ഞടിച്ചു. ഇതിന് കനത്ത വില നൽകേണ്ടി വന്നു. ദിവാൻ P രാജഗോപാലാചാരിയുടെ ഉത്തരവ് പ്രകാരം 1910 സെപ്റ്റംബർ 26 പത്രം നിരോധിക്കപ്പെട്ടു. പ്രസ് കണ്ടുകെട്ടുകയും പത്രാധിപർ K രാമകൃഷ്ണപിള്ളയെ നാടുകടത്തുകയും ചെയ്തു. വക്കം മൗലവിയെപ്പോലെ ഒരു പത്രയുടമയില്ലായിരുന്നുവെങ്കിൽ രാമകൃഷ്ണപിള്ളയെപ്പോലുള്ള ഒരു പത്രാധിപർ ഉയർന്നു വരുന്നത് പ്രയാസകരമായിരുന്നു. മുസ്ലിം സമുദായത്തിൽ ഐക്യം നിലനിർത്തുന്നതിനായി അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയ്ക്ക് മൗലവി രൂപം കൊടുത്തു. കൊടുങ്ങല്ലൂരിൽ രൂപം കൊണ്ട് നിഷ്പക്ഷ സംഘം എന്ന സമുദായ സംഘടന അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ 1932 മുസ്ലിം ഐക്യ സംഘടനയായി മാറി. സഹോദരൻ അയ്യപ്പനുമായും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന മൗലവി വക്കത്ത് സഹോദര സംഘത്തിൻ്റെ ശാഖ ആരംഭിക്കാനും മുന്നിട്ടിറങ്ങി. ഗാന്ധിജിയുടെ ജീവിതവും പ്രവർത്തന രീതികളും അദ്ദേഹത്തെ സ്വാധീനിച്ചിരുന്നു. 1921 ഒറ്റപ്പാലത്ത് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലും പങ്കെടുത്തു. വൈക്കം സത്യാഗ്രഹത്തെ തുടർന്ന് ഗാന്ധിജി കേരളത്തിലെത്തിയ വേളയിൽ മൗലവി അദ്ദേഹത്തെ കാണുകയുണ്ടായി. സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കിടയിൽ സ്വന്തം സമുദായത്തിലെ യാഥാസ്ഥിതികരുടെ എതിർപ്പുകളും വക്കം മൗലവിക്ക് നേരിടേണ്ടി വന്നു. 1931 ഇസ്ലാമിക പബ്ലിഷിംഗ് ഹൗസ് എന്നൊരു പ്രസിദ്ധീകരണശാല ആരംഭിച്ചു. അതേ വർഷം ദീപിക എന്നൊരു മാസികയും ആരംഭിച്ചു. 1932 ഒക്ടോബർ 31 വക്കം അബ്ദുൽ ഖാദർ മൗലവി അന്തരിച്ചു. ഇത്രയുമാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം. ഇനി പോയിൻ്റ് വൈസായിട്ട് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് കാണാം. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.